ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞ പോലെയാണ് കനകോലു ഇല്ലാത്ത കോൺഗ്രസും. എന്തിനും ഏതിനും കനകോലു വേണം. പാർട്ടി ജയിക്കണമെങ്കിൽ കനകോലു, ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കനകോലു, തോൽക്കാതിരിക്കാൻ കനകോലു, തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനും കനകോലു. കാരണം മാത്രമല്ല, പ്രശ്നപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കനകോലു തന്നെ വേണം. ഇങ്ങനെ എല്ലാം തികഞ്ഞ മനുഷ്യനാണ് കനകോലുവെങ്കിലും പിന്നെ ഇയാളെ തന്നെ അങ്ങ് KPCC പ്രസിഡന്റ് ആക്കിക്കൂടെ എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. KPCC പ്രസിഡന്റ് മാറണോ? കനകോലു പറയും. KPCC സെക്രട്ടറിമാർ മാറണോ? കനകോലു പറയും. DCC പ്രസിഡന്റുമാർ മാറണോ? അതും കനകോലു തന്നെ പറയും. കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് പോലും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം കനകോലു ഇന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണത്രേ നോക്കുന്നത്. ചായ കുടിയും പ്രഭാത ഭക്ഷണം പോലും അത് കഴിഞ്ഞേയുള്ളൂ എന്നാണ് കേൾവി. വാദം, കോച്ചിപ്പിടുത്തം, ഉളുക്ക്, നടുവേദന തുടങ്ങി എല്ലാ അസുഖങ്ങൾക്കും മറുമരുന്ന് കൊട്ടൻ ചുക്കാതി എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിന് കനകോലു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിലെ കൊട്ടൻ ചുക്കാതി. ആദ്യം കനകോലു എന്ന വാക്ക് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കൊന്നും ഇതെന്താണ് സംഭവമെന്ന് പിടികിട്ടിയിരുന്നില്ല. പാവം നമ്മുടെ കോൺഗ്രസ്സുകാർ പോലും കരുതിയിരുന്നത് ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന എന്തോ പലഹാരമായിരിക്കും ഈ കനകോലു എന്നാണത്രേ. പിന്നെയാണ് അവർക്ക് പോലും മനസ്സിലായത് കേരളത്തിലെ കോൺഗ്രസിനെ നന്നാക്കാൻ ദില്ലിയിൽ നിന്ന് വന്ന പുതിയ സ്കൂൾ മാഷാണ് കക്ഷിയെന്ന്. KPCCയുടെ നിർവാഹക സമിതിയും ഒരു നിർവാഹവുമില്ലാതെ സമിതിയുമൊക്കെ ഇടയ്ക്കിടെ കൂടുമ്പോൾ കനകോലുവും എത്തും. KPCC പ്രസിഡന്റ് ഒന്ന് പറയും, പ്രതിപക്ഷ നേതാവ് മറ്റൊന്ന് പറയും. ഇരുവരുടെയും ശിങ്കിടികൾ രണ്ട് പക്ഷത്തും നിന്ന് കൈയടിക്കും. രണ്ട് ഗ്രൂപ്പിലും പെടാത്തവർ അവർക്ക് തോന്നുന്നതൊക്കെ പറയും. പാവം കനകോലുവാണെങ്കിൽ ഇതൊന്നും മനസ്സിലാകാതെ ശിവനെ ഇതേത് ജില്ല എന്ന മട്ടിലിരിക്കും. അവസാനം അല്പം ഇംഗ്ലീഷും മുറി ഹിന്ദിയും അറിയാവുന്ന ഏതെങ്കിലും ഒരു നേതാവ് കനകോലുവിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും. പിന്നീട് കനകോലു തന്നെ മാനത്തേക്ക് നോക്കി ഗുണിച്ചും ഹരിച്ചുമൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി AICCക്ക് കൊടുക്കും. ഇന്നയാൾ നിന്നാൽ ജയിക്കും, മറ്റേയാൾ നിന്നാൽ തോൽക്കും, ഇവനെ മാറ്റിയാൽ പാർട്ടി രക്ഷപ്പെടും, ലവനെ നിലനിർത്തിയാൽ പാർട്ടി ഭരണത്തിൽ വരും, ഇങ്ങനെയൊക്കെയാകും റിപ്പോർട്ടിലുണ്ടാവുക. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ പുള്ളിക്കും അറിയില്ല. ഒരു ഉദ്ദേശം വെച്ച് ചെയ്യുന്നതാണ്. ഒത്താൽ ഒത്തു, പോയാൽ പോയി. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടാൻ കനകോലു ഇപ്പോൾ തകർപ്പനൊരു നിർദ്ദേശവുമായി ഇറങ്ങിയിരിക്കുകയാണ്. യോധ സിനിമയിൽ ജഗതി പറയുന്ന പോലെ പൂഴിക്കടകൻ എന്ന് കേട്ടില്ലേ, അത് തന്നെ. മറ്റൊന്നുമല്ല, സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക. ഒപ്പം KPCC സെക്രട്ടറിമാർ, പ്രവർത്തിക്കാത്ത DCC പ്രസിഡന്റുമാർ എന്നിവരെയും മാറ്റുക. ഇതാണ് കനകോലുവിൻ്റെ നിർദ്ദേശം. ഇതിൽ പ്രവർത്തിക്കാത്ത DCC പ്രസിഡന്റുമാരെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന DCC പ്രസിഡന്റുമാരെ കണ്ടുപിടിക്കുക എന്നതായിരിക്കും. കാരണം അതാകുമ്പോൾ കാര്യമായ ബുദ്ധിമുട്ട് വേണ്ടിവരില്ല. പിന്നെ സുധാകരനെ മാറ്റുന്ന കാര്യം, സുധാകരൻ വന്നാലേ പാർട്ടി രക്ഷപ്പെടൂ എന്ന മുറവിളിയായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയാണ് സാക്ഷാൽ മുല്ലപ്പള്ളി രാമേന്ദ്രനെ മാറ്റി സുധാകരനെ കൊണ്ടുവന്നത്. സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. ഇപ്പോൾ സുധാകരനെ മാറ്റൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നായി മാറി. കാലം പോയൊരു പോക്കെ. പിന്നെ KPCC പുനഃസംഘടന. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഒന്നും ഓർമ്മയിൽ അങ്ങനെയൊരു സംഭവമേ ഇല്ല. മിക്കവാറും അവസാനമായി പുനഃസംഘടന നടന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്ന കാലത്തെങ്ങാനും ആവാനാണ് സാധ്യത. എന്തായാലും പാർട്ടിയിലെ പഴയ തലമുറയ്ക്ക് പോലും അപരിചിതമായ പുനഃസംഘടന, സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സ്റ്റേജ് പരിപാടികളുമായി ഇറങ്ങിയിരിക്കുകയാണ് കനകോലു. പരിഹസിക്കാനൊന്നും നമ്മളില്ലേ. പുനഃസംഘടനയൊക്കെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, കോൺഗ്രസ് രക്ഷപ്പെടുന്നെങ്കിൽ നല്ല കാര്യം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കനകോലു ഇവിടെ നിന്നും തടികേടാകാതെ മടങ്ങിയാൽ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ അത്ഭുതം.